ജൂൺ 14 ലോക രക്തദാന ദിനം ആചരിച്ചു വരുന്നു. രക്തദാനം മഹാദാനം എന്നാണല്ലോ. ഈ സന്ദേശം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് രക്തദാനത്തെക്കുറിച്ചുള്ള അവബോധം ജനങ്ങളിൽ വളർത്തുന്നതിനും മനുഷ്യരാശിയുടെ പ്രയോജനത്തിനായി പതിവായി രക്തം നൽകുവാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി എല്ലാ വർഷവും ഈ ദിനം ആചരിക്കപ്പെടാറുണ്ട്. രക്തം നൽകുക, പ്ലാസ്മ നൽകുക, ജീവിതം പങ്കിടുക, ഇടയ്ക്കിടെ പങ്കിടുക എന്നതാണ് ഈ വർഷത്തെ രക്തദാന ദിന സന്ദേശം. ഒരു ജീവൻ രക്ഷിക്കാൻ കഴിയുന്ന വേഗമേറിയതും വേദനയില്ലാത്തതുമായ പ്രവർത്തനമാണ് രക്തദാനം. ജീവൻ രക്ഷിക്കാൻ പ്ലാസ്മയും രക്തവും നൽകണമെന്ന ആശയം വ്യാപകമായി പ്രചരിപ്പിക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയത്തിന്റെ ഊന്നലെന്ന് ലോകാരോഗ്യ സംഘടന പറയുന്നു. ലോകമെമ്പാടും ഏകദേശം 118.54 ദശലക്ഷം രക്തദാനങ്ങൾ നടന്നിട്ടുള്ളതായി ലോകാരോഗ്യ സംഘടന റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടുതൽ ജനങ്ങളെ രക്തദാനം ചെയ്യുന്നതിനായി പ്രോത്സാഹിപ്പിക്കുക, രക്തദാതാക്കളെ ആദരിക്കുക, ആരോഗ്യമുള്ള വ്യക്തികളെ നിരന്തരമായി രക്തദാനം നിർവഹിക്കുന്നതിന് പ്രോത്സാഹിപ്പിക്കുക, പ്രതിഫലം കൈപ്പറ്റാതെയുള്ള രക്തദാനത്തിന്റെയും പ്ലാസ്മ ദാനത്തിന്റെയും നിർണായക പങ്ക് എടുത്തു കാണിക്കുക, ദേശീയ രക്തപദ്ധതികളിൽ നിക്ഷേപം നടത്തുവാനും ശക്തിപ്പെടുത്തുവാനും നിലനിർത്തുവാനും സർക്കാരുകൾക്കും വികസന പങ്കാളികൾക്കുമിടയിൽ ദേശീയ, പ്രാദേശിക, ആഗോള തലങ്ങളിൽ പിന്തുണ സമാഹരിക്കുക എന്നിവയാണ് പ്രധാനമായും ഈ രക്തദാന ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യമായി രക്തഗ്രൂപ്പുകളെ തിരിച്ചറിഞ്ഞ കാൺലാൻഡ് സ്റ്റെയ്നർ എന്ന ശാസ്ത്രജ്ഞന്റെ ജന്മദിനമാണ് രക്തദാന ദിനമായി നാം ആചരിക്കുന്നത്. 2005 മുതലാണ് ലോകം രക്തദാന ദിനം ആചരിച്ചു തുടങ്ങിയത്. ആരോഗ്യമുള്ള ഏതൊരാൾക്കും രക്തദാനം ചെയ്യാം. 18-നും 65-നും ഇടയിൽ പ്രായമായിരിക്കണമെന്ന് മാത്രമാണുള്ളത്. കൂടാതെ ഭാരം 45 കിലോഗ്രാമിൽ കുറയാതിരിക്കുകയും ശരീര താപനില നോർമലായിരിക്കുകയും രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് 12.5% കുറയാതിരിക്കുകയും വേണം. രക്തദാനത്തിലൂടെ അനേകം ജീവൻ രക്ഷിക്കാൻ കഴിയുന്നതിനോടൊപ്പം രക്തദാതാവിനും ഇങ്ങനെ രക്തദാനത്തിലൂടെ നിരവധി ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട്. ആവർത്തിച്ചുള്ള രക്തദാനം ശരീരത്തിലെ രക്തചംക്രമണ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയും ഹൃദ്രോഗം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളെ ഒരു പരിധിവരെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. കൂടാതെ 3 മാസത്തിലൊരിക്കൽ വിവിധ രോഗങ്ങൾക്കുള്ള പരിശോധനയും ഇതിലൂടെ നടത്തപ്പെടുന്നു. എന്നാൽ HIV, എയ്ഡ്സ്, ഹൈപ്പറ്റൈറ്റിസ് എന്നിവയോ രക്തത്തിലൂടെ പകരുന്ന രോഗങ്ങളോ ഉള്ളവർക്ക് രക്തദാനം ചെയ്യുവാൻ സാധിക്കില്ല. കൂടാതെ മലേറിയ വന്നിട്ടുള്ളവർ അതിനുശേഷം 12 മാസത്തിനുള്ളിൽ രക്തം ദാനം ചെയ്യുവാൻ പാടില്ല. മഞ്ഞപ്പിത്തം പിടിക്കപ്പെട്ട 1 വർഷത്തേക്ക് രക്തദാനം പാടില്ല. മദ്യം, മയക്കുമരുന്ന് ഇവ ഉപയോഗിച്ചവർ രക്തം ദാനം ചെയ്യാൻ പാടില്ല. ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർ, പ്രമേഹ രോഗത്തിന്റെ പാർശ്വഫലങ്ങൾ ഉളവായിട്ടുള്ള വ്യക്തികളും രക്തം ദാനം ചെയ്യാൻ പാടില്ല. ഇനിയെങ്കിലും രക്തദാനത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മകളും അനാവശ്യ ഭയങ്ങളും മാറ്റിവെച്ച് ഈ ഒഴുകുന്ന ജീവനെ പങ്കുവെക്കുവാൻ നാം ഓരോരുത്തരും സന്നദ്ധരാകണം. രക്തദാനത്താൽ നമുക്ക് ഓരോരുത്തർക്കും രക്തബന്ധുക്കളാകാം.